മാത്സിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻസുലേറ്റർ എന്നാണ് നമ്മുടെ ചോദ്യം. ദാ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റ് ആൻസർ നമ്മളോട് പിക്ക് ചെയ്യണം. അപ്പോൾ എന്താണ് ഇൻസുലേറ്റർ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കുക 2 ടൈപ്പ് മെറ്റീരിയൽസ് ആണുള്ളത്, കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോപ്പർ, അയൺ ഒക്കെ പോലെ. എന്നാൽ ചില മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല അവരിലൂടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ വുഡ് അല്ലേ, വുഡിലൊന്നും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. റബ്ബർ അല്ലേ, അതുപോലെയുള്ള മെറ്റീരിയൽസ്, ക്ലോത്ത് ഒക്കെ അതിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇലക്ട്രിസിറ്റി കടത്തി വിടാത്ത ആൾക്കാർ ഇതിലേതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ധൈര്യമായിട്ട് പറയും അത് ആരായിരിക്കടാ? ഡയമണ്ട് ആണ് വരിക. സോ ഇതുപോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഈ ടോപ്പിക് ഒക്കെ പഠിച്ചതായിരിക്കും, അതുപോലെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഹൈ ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴേ, അതായത് നിങ്ങളെ ഫൗണ്ടേഷനൊക്കെ സ്ട്രോങ് ആക്കി ഇപ്പോഴേ നിങ്ങൾ അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 6th പഠിക്കുന്ന ടോപ്പിക്സ് കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ആയിട്ട്, അതായത് റൂട്ടിലൊക്കെ ഇറങ്ങി നിങ്ങളെ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ബാച്ചിൻ്റെ ലക്ഷ്യം. സോ ഇനിയും നിങ്ങൾ സമയം കളയരുത്, കാരണം നമ്മുടെ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം.